السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അൽ-ഖലം അക്കാദമിയിലെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി നല്ല ഗ്രാഹ്യശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് ഇത് കാരണത്താൽ നൽകുമാറാവട്ടെ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബീവി നഫീല നാം തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുഫല്ലലും മുഖദ്ദമും നൂറുല്ലാഹ് മൂസിലും മുഹൈമിനും മുബല്ലിഗും സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖും മുജീബുൻ ഹബീബുല്ലാഹ് മുൻദിറും മുബശ്ശിറും മുഖദ്ദമും കലീമുല്ലാഹ് മുസ്ലിഹും മുകറമുൻ മുബീനും സീറത്തുല്ലാഹ് മുദക്കിറും മുഖദ്ദറും മുയദ്ദറും നബിയുല്ലാഹ്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബീവി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. മഹദിയുടെ മാല ഇടയ്ക്കിടെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നും ചൊല്ലിയാൽ അതിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ കോഴ്സ് നഫീസത്ത് മാലയുടെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ കുറച്ച് വരികളെങ്കിലും ദിവസവും നഫീസത്ത് മാല ചൊല്ലണം. എന്നാൽ അള്ളാഹു നമ്മുടെ എല്ലാ വിഷയത്തിലും റാഹത്ത് നൽകും, സന്തോഷം നൽകും, അവിടുത്തെ നോട്ടം നൽകും. അത് തന്നെ മതി നമുക്ക് വിജയിക്കാൻ. മാല ചൊല്ലുമ്പോൾ നഫീസത്ത് മാല റളിയല്ലാഹു അൻഹ വിവരം അറിയുകയും അവിടുത്തെ പൊരുത്തവും നോട്ടവും നമ്മിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എന്ത് നേറുന്ന പ്രശ്നമാണെങ്കിലും എല്ലാം മഞ്ഞുപോലെ ഒരുങ്ങിപ്പോകും. രോഗങ്ങളാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഉദ്ദേശങ്ങൾ പലതുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടും. നഫീസത്ത് മാല നമ്മൾ ഒരു 10 വരിയെങ്കിൽ 10 വരി നിത്യം നമ്മൾ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹദിയുടെ പൊരുത്തം കൊണ്ട് വിജയിക്കുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എപ്പോൾ റിസ്ക് ഉദ്ദേശിക്കുമ്പോഴും ഭക്ഷണവും മറ്റ് ഭൗതിക സാധനങ്ങൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ മഹദിക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ്, എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടത്. അതിന് സമാനമായി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സംഭവമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനോട് തുന്നിച്ചേർക്കേണ്ട ഒരു ചരിത്രം കൂടിയാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില ആളുകൾ വന്നു. ആരാണ് വന്നത്? അലുല് ഖാറ എന്നീ 2 കബീലകളിൽ നിന്നുള്ള ചില ആളുകൾ. ശരിക്ക് അത് എഴുതി കുറിച്ചു വെക്കണം. അലുല് ഖാറത്ത് എന്ന് 2 ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകളാണ് മുത്തനബിന്റെ അടുത്ത് വന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ചില ആളുകളെ നിങ്ങൾ വിട്ടുതരണം. ഇന്ന ഫീന ഇസ്ലാമൻ വബഅസ് മഅനാ നഫറൻ മിന സ്വഹാബി യഫ്ഖഹൂനനാ ഫിദ്ദീൻ വയഖറഊനനാ ഖുർആൻ. നബിയെ, ഞങ്ങളുടെ ഗോത്രത്തിൽ ചില ആളുകളൊക്കെ മുസ്ലിമീങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരുമായവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സ്വഹാബികളെ ഞങ്ങളെ കൂടെ പറഞ്ഞേക്കണം എന്നാ ഈ 2 കബീലക്കാരും എന്ന് പറഞ്ഞത്. യുഫഖിഹൂനന ഫിദ്ദീൻ, അവർ ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമങ്ങളും കർമ്മങ്ങളും ഒക്കെ പഠിപ്പിച്ചു തരും. വയഖറഊനനൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു തരുകയും ചെയ്യും. അങ്ങനത്തെ ചില സ്വഹാബികൾ ഞങ്ങൾക്ക് പറഞ്ഞയച്ചു തരണം. അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് സ്വഹാബികളിൽ നിന്നുള്ള ഒരു ടീമിനെ പറഞ്ഞേക്കുന്നത്.
അവരുടെ അമീറായിട്ട് അല്ലാഹു തആല നിയോഗിച്ചത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. ശരിക്ക് മനസ്സിലാക്കി വെക്കണം. ബഹുമാനപ്പെട്ട ആരെയാണ് അമീറാക്കിയത്? എല്ലാവരും പറയും. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ള വലിയ മഹാൻ പണ്ഡിതൻ സഹാബി, അവരെയാണ് അമീറായി അല്ലാഹു തആല നിയോഗിച്ചത്. ആ സൈന്യത്തിൽ ഒരുപാട് സഹാബികളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഈ സഹാബികൾ പഠിപ്പിക്കാൻ ഉള്ള സംഘം സഹാബികൾ ഈ രണ്ട് ഗോത്രക്കാരെ കൂടെ തിരിച്ചു പോവുക. റസൂലുള്ളാഹി തങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് അവരെ കൂടെ പറഞ്ഞേക്കുന്നത്. ഹിജ്റ 4-ാം വർഷമാണ്, സഫർ മാസമാണ്. അതും ശരിക്കും നോട്ട് ചെയ്യണം. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ വർഷമാണ്, ഹിജ്റ 4-ാം വർഷമാണ്, സഫർ മാസത്തിലാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഇവർ കൂറുമാറി. ഈ സംഘത്തിന്റെ ഈ രണ്ട് ഗോത്രങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടായി. അവരുടെ മനസ്സ് മാറി, സ്വഭാവം നേർവിപരീതമായി, മാറ്റപ്പകർച്ചകൾ സംഭവിക്കാൻ തുടങ്ങി. അവരുടെ ഭാവത്തിൽ ഭേദങ്ങൾ വന്നു തുടങ്ങി. അവർ നേരത്തെ ഉണ്ടായിരുന്ന മൃദുല സമീപനം അല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത്. ക്രൂരമായ നിലപാടുകളും സഹാബികളോട് കാർക്കശ്യത്തോടെയുള്ള പെരുമാറ്റവും നടത്താൻ തുടങ്ങി. അവസാനം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സഹാബികളോട് അവര് അക്രമത്തിന് വരെ മുതിർന്ന സമയത്താണ് സഹാബികൾ അവരോട് ഏറ്റുമുട്ടുന്നത്. ആ ഏറ്റുമുട്ടലിന് ശേഷം സഹാബികളിൽ നിന്നുള്ള പല ആളുകളെയും അവർ പിടിച്ചു ബന്ദികളാക്കി. എന്നിട്ട് അവർ കൊണ്ടുപോവാണ്. അവര് മക്കക്കാരാവുന്ന ഖുറൈശികൾ, ആ ഖുറൈശികളുടെ ചാരന്മാരെന്ന നിലക്ക് മക്കയിലുള്ള ഖുറൈശികൾ അവരുടെ വാർത്തകളും വിവരങ്ങളും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സഹാബികളെ തിരിച്ച് അയച്ചിരുന്നു. അവരിൽ പോയി അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അവരുടെ നിലപാടുകൾ, നമുക്കെതിരെ, ഇസ്ലാമിനെതിരെ ഇനി എങ്ങനെയൊക്കെ അവർ തിരിയുന്നൊക്കെ അറിയാൻ വേണ്ടി റസൂലുള്ളാഹി ആളെ പറഞ്ഞയച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സൈന്യത്തിനെ ചതിച്ചു എന്ന് മാത്രമല്ല, ഈ സംഘത്തിൽ നിന്നുള്ള ആളുകളൊക്കെ തട്ടിയെടുത്തു. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ദനിയത്ത റളിയല്ലാഹു അൻഹു, ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ത്വാരിഖ് റളിയല്ലാഹു അൻഹു, ഈ മൂന്നാളുകളെയും ചില ആളുകൾ കൊണ്ടുപോയി. ഈ സംഘത്തിൽ നിന്നുള്ള ചില ആളുകൾ കൊണ്ടുപോയി. ഇവരെ രഹസ്യമായി അവിടെ നിന്ന് കടത്തി. പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ത്വാരിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്തി. പിന്നെ ഉള്ളത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ സയ്യിദ് ബിൻ ദസീനത്ത് റളിയല്ലാഹു അൻഹുമാണ്. ഇവർ രണ്ടുപേരെയും അവർ വിൽപ്പന നടത്തുകയാണ് ചെയ്തത്. മക്കയിലുള്ള ഖുറൈശികൾക്ക് വിൽപ്പന നടത്തി, കച്ചവടം നടത്തി, പണം സ്വന്തമാക്കി. അങ്ങനെ ഖുറൈശികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ അറുപ്പും വെറുപ്പുമുള്ള വിദ്വേഷം മനസ്സിൽ വെച്ച് നടക്കുന്ന അവിടുത്തെ ശത്രുക്കളായ ഖുറൈശികൾക്കാണ് വിറ്റത്. ഖുറൈശികളെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അവർക്ക് അത്രക്ക് അമർഷമായിരുന്നു സഹാബികളോട്, പ്രത്യേകിച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോടൊക്കെ. അങ്ങനെ അവരാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും ഈ സയ്യിദിനെയും വാങ്ങുന്നത്. ഇവർ രണ്ടുപേരെയും വാങ്ങിക്കൊണ്ടുപോയി. ഇതിൽ ബനു ഹാരിസ് എന്നുള്ള ഗോത്രമാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്ത് വാങ്ങിയത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങിയത് ബനു ഹാരിസ്. ശരിക്കും മനസ്സിലാക്കണം, എന്തിനാണ് അവർ വാങ്ങിയത് എന്നറിയോ? ബനു ഹാരിസ് പറഞ്ഞാൽ ഹാരിസിന്റെ മക്കൾ എന്നാണ്, ഹാരിസിന്റെ കുടുംബക്കാര്, ബന്ധുക്കാര്. അവര് ഖുബൈബ് റളിയല്ലാഹു അൻഹു വാങ്ങാൻ കാരണമുണ്ട്. എന്താണ് കാരണം? ബദർ യുദ്ധത്തിൽ വെച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ് ഹാരിസ് എന്ന് പറയുന്ന ആളെ കൊന്നത്. ഇവരുടെ പിതാവാകുന്ന ഹാരിസിനെ കൊന്നത് ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഖുബൈബിനെ തന്നെ വില കൊടുത്ത് വാങ്ങി ഇവർ എന്തിനു വേണ്ടി? വധശിക്ഷ, തങ്ങളെ പിതാവിനെ കൊന്നതിന്റെ അമർഷം തീർക്കാൻ വേണ്ടി. ആ ഒരു വിദ്വേഷത്തിന്റെ വിത്ത് അന്നവർ പാകിയിരുന്നു. അതിന്ന് സസ്യമായി മരമായി മുളച്ച് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുബൈബിനെ വകവരുത്തണം എന്നവർ മനസ്സിൽ എന്നോ തലോടി നടക്കുന്നുണ്ട്. അതിനവസരം കിട്ടിയപ്പോഴാണ് അവര് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊണ്ടുപോകുന്നത്.
അപ്പം പ്രതികാരം തീർക്കണം എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങാൻ വേണ്ടി തങ്ങളുടെ പിതാവിനെ കൊന്ന, ബദർ യുദ്ധത്തിൽ തങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തി ആ യുദ്ധപോർക്കളത്തിൽ വീഴ്ത്തിയിട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ വാങ്ങിക്കൊണ്ടുപോയി. അവരെ അവിടെ പാർപ്പിച്ചു. പാറാവുകാരായ ചില ആളുകളൊക്കെ നിർത്തി. ആ കൂട്ടത്തിൽ കാവൽക്കാരിയായി അവർ നിർത്തിയിരുന്നു ഒരു പെണ്ണുണ്ടായിരുന്നു. സൈനബ് എന്നായിരുന്നു ആ പെണ്ണിന്റെ പേര്. ശരിക്കും ഇദ്ദേഹത്തെ നോക്കാനും ഇദ്ദേഹം ഒളിച്ചോടി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനും നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പാറാവുകാരി അവിടെ നിർത്തിയത്. അവർക്കുള്ള ഭക്ഷണം, മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ഈ സ്ത്രീകളുടെ ജോലി. അതിൽപ്പെട്ട ആളായിരുന്നു സൈനബ് എന്നുള്ള ഒരു മഹദി. ആ സൈനബ് എന്നുള്ളത് ഹാരിസ് എന്നവരുടെ മക്കളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ്. ഈ ഹാരിസിന്റെ മകൾ കൂടിയാണ്. അങ്ങനെ ഈ സൈനബ് എന്നുള്ളവർ എന്ത് ചെയ്യും? ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഖുബൈബ് റളിയല്ലാഹുവിനെ പാർപ്പിച്ചത് മുതൽ ഒരുപാട് അത്ഭുതങ്ങൾ ഈ പെണ്ണ് കാണാൻ തുടങ്ങി. ആ പെണ്ണ് പറഞ്ഞതായി കാണാം, ഒരുപാട് തടവുള്ളികളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഖുബൈബിനേക്കാൾ ഉത്തമനായ ഒരു തടവുള്ളിയെയും ഇക്കാലം വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ ജയിലറയിലേക്ക്, തടവറയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നല്ല മുന്തിരിയുടെ കുല ഉണ്ടാകും. അത് തന്നെയാണ് വിഷയം. ഈ മുന്തിരിക്കുല എവിടുന്ന് കിട്ടി? ഞാൻ കൊടുത്തതല്ല, ആരും കൊടുക്കാറില്ല. കാരണം അപ്പം മുന്തിരി കായ്ക്കുന്ന സീസണല്ല. മക്കയിലും പരിസരത്തൊന്നും കായ്ക്കനികളോ ഫലങ്ങളോ കായ്ക്കുന്ന സമയം അല്ല. അങ്ങനെയുള്ള സമയം എല്ലാഞ്ഞിട്ട് പോലും, സീസൺ എല്ലാഞ്ഞിട്ട് പോലും ഈ ഖുബൈബിന് എവിടെ നിന്നാണ് ഈ കായ്ക്കനികളും ഭക്ഷണങ്ങളും ലഭിക്കുന്നത്? ആർക്കും പിടുത്തമില്ല. അതാണ് അല്ലാഹു യർസുഖു മൻ യശാഅ ബിഗൈരി ഹിസാബ്. ഫാത്തിമ ബിൻത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിക്ക് ആരാരും അറിയാതെ, എവിടെ നിന്നറിയാതെ അല്ലാഹു തആല റിസ്ക് എത്തിച്ചു കൊടുത്തതുപോലെ, മഹദി മറിയം ബീവിക്ക് ആരാരും അറിയാതെ, എവിടെ നിന്നറിയാതെ അല്ലാഹു തആല റിസ്ക് എത്തിച്ചു കൊടുത്തതുപോലെ, ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണെന്നറിയാതെ, എവിടെ നിന്നറിയാതെ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് റിസ്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്തതുപോലെ ഖുബൈബിന് എവിടെ നിന്നോ ഈ മുന്തിരിയുടെയും മറ്റും കുലകൾ ലഭിക്കുന്നു, ഫലങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് സൈനബ് എന്നവർ ഉറപ്പിച്ചു, വമാ കാന ഇല്ലാ റിസ്കൻ റസഖഹുല്ലാഹ്, ഇത് അല്ലാഹു തആല കൊടുക്കുന്ന റിസ്ക് തന്നെയാണ് എന്ന്. അപ്പൊ അത്രക്ക് മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം, ഹുജർ എന്നവരുടെ അടിമ ദാസിയായ മാവിയത്ത് പറയുന്നതായി, രാത്രിയിലൊക്കെ ഈ ഖുബൈബ് ഖുർആൻ ഇങ്ങനെ ഓതും, ഉറക്കൊഴിച്ച് ഓതും. രാത്രി അധികം ഖുബൈബിന് ഉറക്കുണ്ടാവുകയില്ല. പിന്നെന്താ, ഖുർആന്റെ ലഹരി മനസ്സിൽ പിടിച്ചാൽ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിൽ മുങ്ങിപ്പോകുന്ന. എൻ്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ഒരു പേജെങ്കിലും ദിവസം ഓതാൻ നമ്മൾ ടൈം മാറ്റി വെക്കണം. ഷമാരിബിൻ്റെ ഇടയിൽ തബാറക്ക് ഓതിയാൽ ഖബറിൽ ശിക്ഷയില്ല. സൂറത്ത് വാക്കിയ ഓതിയാൽ ദാരിദ്ര്യമില്ല. കൂട്ടിലും കുടുംബത്തിലൊന്നും അല്ലാഹു തആല ദാരിദ്ര്യം നൽകൂല. അത്രക്ക് പവറുള്ള സൂറത്താണല്ലോ സൂറത്തുൽ വാക്കിയ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്താണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി അങ്ങോട്ട് കടന്നു വരുന്നത്. കടന്നു വന്ന സമയത്ത് പണക്കി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, നിങ്ങൾ രോഗിയാണ്, നിങ്ങൾക്ക് പെൺകുട്ടികളാണ് അധികവും ഉള്ളത്, നിങ്ങൾക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണ് ഉള്ളതെല്ലാം പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഈ പണം നിങ്ങൾ മരിച്ചാൽ അവർക്ക് ആവശ്യം വന്നേക്കാം എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് അബ്ദുറഹ്മാൻ ഔഫ് തിരിച്ചു കൊടുത്തു. ആ പണക്കി സ്വീകരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. സൂറത്തുൽ വാക്കിയ എന്നും ചെറുപ്പം മുതലേ ഞാൻ അവരെ ഓതിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ വാക്കിയ എൻ്റെ പെൺകുട്ടികളൊക്കെ ഓതാറുമുണ്ട്. കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? സൂറത്തുൽ വാക്കിയ ആരെങ്കിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികൾക്ക് സാമ്പത്തികമായി നെരുക്കുണ്ടാവില്ല, മറ്റുള്ള റിസ്ക് മുഖേന നെരുക്കുണ്ടാവില്ല, ജീവിതത്തിൽ പ്രയാസവും ദാരിദ്ര്യവും ഉണ്ടാവില്ല എന്നെനിക്ക് തീർച്ചയാണ്.
യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉമർ സന്തോഷത്തോടെ നിങ്ങൾ തിന്നത് സന്തോഷത്തോടെ ഞാൻ തിരസ്കരിക്കുന്നു, തിരിച്ചു കൊടുത്തു. അതാണ് സൂറത്തുൽ വാക്കിയ. സമ്പന്നനാക്കും, ബർക്കത്തുള്ളവരാക്കും, വീട്ടിൽ ഐശ്വര്യം നൽകും, സമ്പന്നത നൽകും, ദാരിദ്ര്യം അടുക്കുകയില്ല. ഇതാണ് സൂറത്തുൽ വാക്കിയ. പിന്നെ നമ്മൾ ഓതും സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ലിമാ ഖുരിയ ലഹു, എന്തുദ്ദേശം വെച്ച് ഓതിയാലും അത് വീടുന്ന. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ മയ്യത്തിന് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓതുന്നു. മയ്യത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് സൂറത്ത് യാസീൻ അവന്റെ ഹദറത്തിൽ വെച്ച് ഓതുന്നു. അതോടൊപ്പം ഉദ്ദേശങ്ങൾ വീടാൻ യാസീൻ ഓതുന്നു. കാരണം മുത്തറസൂല പറഞ്ഞതാ, ഉദ്ദേശം എന്താവട്ടെ യാസീൻ ഓതിയാൽ അത് വീടുന്നു. സൂറത്തുൽ യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ് എന്നാണല്ലോ മുത്തനബി നമ്മെ പഠിപ്പിച്ചത്. അതും നമ്മൾ ദിവസവും പതിവാക്കേണ്ട സൂറത്താണ്. മറ്റൊന്നാണ് സൂറത്തു റഹ്മാൻ, ഖുർആനിന്റെ പുതിയാപ്പള എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, ഖുർആനിന്റെ പുതിയാപ്പള എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂറത്തു റഹ്മാനാണ്. ആ വിഷയം നമ്മൾ മറക്കരുത്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. സൂറത്തു ദുഖാൻ ആരെങ്കിലും രാത്രിയിൽ ഓതിയാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവൻക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ സൂറത്ത് ദുഖാൻ ഓതിയാൽ രാവിലെ വരെ ഈ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സൂറത്തുകളൊക്കെ ഇശാമഗ്രിബിനിടയിൽ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വലിയ ബർക്കത്ത് എല്ലാ മേഖലകളിലും, വിശിഷ്യ നമ്മുടെ കുടുംബത്തിൽ, വീടുകളിൽ അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ഒരു ഖുർആനിന്റെ ലഹരി ലഭിച്ച മഹാനായിരുന്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു. രാത്രിയിലൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അതിന്റെ മാധുര്യം വേറെ തന്നെയാണല്ലോ. അത് ലഹരിയാണ്. ചില ആളുകൾക്ക് അത് ഓതാതെ ഉറക്കം വരില്ല. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആനിൽ മുഴുകുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഖുർആൻ ഓതിയിട്ട് പോകാൻ പറയുക. എന്നാൽ അവർ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തുണ്ടാകും, ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. രാവിലെ ഖുർആൻ ഓതി ഏത് മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാലും അതിൽ അള്ളാഹു സന്തോഷം നൽകുമെന്നാണ്. ആ പതിവ് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും വേണം. ഖുബൈബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ സ്ത്രീകൾ ആ വീട്ടിൽ പരിസരത്തുമുള്ള തടവറയ്ക്ക് സമീപത്തുള്ള വീടുകളിലെ സ്ത്രീകൾ ഇവരൊക്കെ കാതു കൂർപ്പിച്ചത് കേൾക്കും, പൊട്ടി പൊട്ടി കരയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇത് കേട്ടിട്ട് ഈ സ്ത്രീകളൊക്കെ, എന്താണ് ഖുബൈബ് റളിയല്ലാഹുവിന്റെ ഓത്ത്, എന്ത് മാധുര്യമുള്ള ഓത്ത്, എന്ത് അർത്ഥഗംഭീരമായ ഓത്ത്. ബഹുമാനപ്പെട്ട മാവിയത്ത് എന്നിവർ പറയുന്നു, അങ്ങനെ ഞാൻ ചോദിച്ചു ഖുബൈബിനോട്, ഖുബൈബ്, നിങ്ങൾ വളരെ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല. രാത്രി ഉറക്കൊഴിച്ച് ഖുർആൻ ഓതുകയാണ് നിങ്ങൾ. എന്താണ്, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? എനിക്കൊരാവശ്യവുമില്ല. നിങ്ങൾ എനിക്ക് നൽകുന്ന വെള്ളം ഹലാലായ ശുദ്ധമുള്ള വെള്ളമായിരിക്കണം. നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പിക്കുന്ന ഭക്ഷണം അത് അല്ലാഹു തആലാന്റെ പേര് പറഞ്ഞ് അറുത്തതായിരിക്കണം. മറ്റുള്ള അറിവ് ശരിയാകാത്ത രൂപത്തിൽ ബിംബങ്ങളുടെ പേരിൽ അറുത്തതോ ബിസ്മിച്ചല്ലാതെ അറുത്തതോ ആയ ഭക്ഷണങ്ങളൊന്നും എനിക്ക് നിങ്ങൾ നൽകരുത്. എന്നെ ഈ ഹാരിസിന്റെ മക്കൾ എപ്പോൾ കൊല്ലാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾ മുൻകൂട്ടി എന്നെ വിവരം അറിയിക്കണം. കാരണം അള്ളാന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരുങ്ങേണ്ടതുണ്ട്. ഈ വാക്ക്, ഈ ഒരു ആവശ്യം മാത്രമാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് വെച്ചിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ഈ പറഞ്ഞ ഖുറൈശികൾ, ബനു ഹാരിസിന്റെ മക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റാൻ പോവുകയാണ്. വിവരം ഈ പെണ്ണ് മാവിയത്ത് എന്നവർ അറിയിച്ചു കൊടുത്തു. ഒരു മുഖമാറ്റവും മുഖത്തിന് സങ്കടമോ പ്രയാസമോ ഒന്നും ഈ വാർത്ത കേട്ടപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു വന്നിട്ടില്ല. ഭാവഭേദം സംഭവിച്ചിട്ടില്ല. മുഖം ചുണുങ്ങിയില്ല. നിരാശയോ സങ്കടമോ ബേജാറോ ഭീതിയോ ഉത്കണ്ഠയോ അവിടുത്തെ വേട്ടയാടിയില്ല. എന്തുകൊണ്ടാണ്? എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പടച്ച റബ്ബിനെ
സ്വീകരിക്കാൻ, അല്ലാഹു തആല എന്നെ സ്വീകരിക്കാൻ റെഡിയാണ്. എല്ലാം കൊണ്ടും ഒരു അടിമ ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും ഞാൻ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധം ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ ബോധം നമുക്കൊക്കെ ഉണ്ടോ? അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ മരിക്കുമ്പോൾ എല്ലാം റെഡിയാണോ എന്നാണ് ചോദിക്കുന്നത്. റെഡിയുള്ളവരൊക്കെ ഒന്ന് കയ്യോക്കി, റെഡിയുള്ളവരൊക്കെ ഒന്ന് കയ്യോക്കി. നിങ്ങളോട് തന്നെയാണ് പറയണത്, ഒന്ന് കയ്യോക്കി. എത്ര ആളുണ്ട് നോക്കാൻ? എല്ലാം റെഡിയാണ്, നിങ്ങടെ മരിച്ചാൽ മതി. ചില ആളുകൾ അസുഖം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പഠിച്ചവനെ മരിപ്പിച്ചാടാന്നാണ് പറയും. വർത്താനം കേട്ടാൽ തോന്നും 100 കൊല്ലത്തിനുള്ള എല്ലാ ഇബാദത്തും ഒക്കെ ചെയ്ത് പരിപൂർണമായി ലഗേജൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആയിരിക്കണം. ഓരോ സെക്കൻഡിലും മിനിറ്റിലും പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നാ. ഒരു വിദേശ യാത്രക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തും, അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ എങ്ങനെ ആയിരിക്കും? എല്ലാം റെഡി ആയിരിക്കും. ലഗേജും അനുബന്ധ കാര്യങ്ങളൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടോടി അങ്ങോട്ട് യാത്ര ചെയ്ത് എല്ലാം സംഘടിപ്പിച്ച് നമ്മൾ റെഡിയാക്കും. ആളുകളോടൊക്കെ പറയും, ഈ ഒരു ഒരുക്കം നമ്മുടെ അവസാന യാത്രക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പെട്ടെന്ന് മരണങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒരുക്കങ്ങളൊക്കെ നേരത്തെ ഒരുക്കിയത് കൊണ്ട് തന്നെ യാതൊരു പേടിയോ ഭയമോ അവിടുന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹറമിൽ നിന്ന് തൻഈമിലേക്കാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുന്നത്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ പോവുകയാണ്. അപ്പോൾ അല്പസമയം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി. കൊല്ലുകയാണല്ലോ. അപ്പോൾ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ് മഹാൻ പറഞ്ഞത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ തൂക്കിലേറ്റിയപ്പോൾ അല്ലാഹു തആലയോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹസിഹിം അദദ വഖ്തുൽഹും ബിദദ. പടച്ച റബ്ബേ, നീ ഈ ആളുകളെ നാമാവശേഷമാക്കണേ, ഇവരെ തുടച്ചു നീക്കണേ, ഈ ശത്രുക്കളെ, ഇവരെ നീ ഭിന്നം വരുന്ന ചിത്രത വരുന്ന ചിഹ്ന ഭിന്നമാക്കി തീർക്കണേ എന്ന് ബഹുമാനപ്പെട്ടവർ അവർക്കെതിരെ ദുആ ചെയ്തു. എന്നിട്ട് ഒറ്റ പാടല 2 വരി ബൈത്തട് പാടി ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിക്കിൻ കാന ലില്ലാഹി മസ്റഈ. ബഹുമാനപ്പെട്ടവരെ തൂക്കിലേറ്റിയിട്ടാണ് കൊന്നത്. ബീവി നഫീസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗമായ കറാമത്തിന്റെ വിഷയം പറയുമ്പോൾ പറയൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇത് കൂട്ടിച്ചേർക്കുന്നത്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൈമരത്തിലേറ്റി തൂക്കിലേറ്റി ആ സമയത്ത് ബൈത്ത പാടി. എന്താ ബൈത്തിന്റെ അർത്ഥം? ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ, ഞാൻ ഒരു മുസ്ലിമായി കൊല ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എനിക്ക് പേടിയില്ലാത്തത്. കാരണം ഞാൻ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വീണാലും, ശരിക്കും മരിക്കാൻ കിടക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കണം എന്നാണല്ലോ. എന്നാൽ എനിക്ക് പ്രശ്നമില്ല, കാരണം എന്നെ തൂക്കിലേറ്റാണ്. അതുകൊണ്ട് എനിക്ക് പഠിച്ചോൻ പറഞ്ഞതുപോലെ മരണസമയത്ത് കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ കൊല ചെയ്തതിനു ശേഷം അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തം എനിക്ക് എന്തായാലും ലഭിക്കും. അതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് മരണശേഷം ഞാൻ കടന്നാലും പടച്ച റബ്ബ് ഇത് അറിയുന്നുണ്ട്. കാരണം പടച്ച റബ്ബ് ഏത് രൂപത്തിൽ ഞാൻ കടന്നാലും അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ നടന്നത്. അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചാൽ യുബാരിക്ക്, അവൻ ബർക്കത്ത് ചെയ്യുന്നതാണ്. അല്ലാഹു തആലക്ക് വേണ്ടി ഛിന്ന ഭിന്നമായി മുറിക്കപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾ, ആ അവയവങ്ങൾക്ക് വരെ പടച്ച റബ്ബ് ഉദ്ദേശിച്ചാൽ ബർക്കത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ കൊല ചെയ്യപ്പെടുന്ന ഈ ഖുബൈബിന് എന്ത് പേടി, എന്ത് ഭയം, എന്ത് ഭീതി, എന്തുൽക്കണ്ട ഒന്നും ഇല്ല. അല്ലാഹു തആല മഹാന്റെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഇനി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചെയ്തവർക്കൊക്കെ ഇനിയും ഒരുപാട് തവണ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ചെയ്യാത്തവർക്ക് അള്ളാഹു അതിന്റെ വഴികളൊക്കെ എളുപ്പമാക്കി തരട്ടെ. അപ്പൊ നഫീസ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? 30 ഹജ്ജ് മഹദ് ചെയ്തിട്ടുണ്ട് എന്നാ. അതിൽ ഭൂരിഭാഗവും നടന്നു പോയിട്ടാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം
നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 40 തവണ നടന്നു പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എഴുതി വെക്കേണ്ട വിഷയമാണ്. ആദം നബി 40 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് നടന്നു പോയിട്ട്. മനസ്സിലായോ? അപ്പൊ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ 30 ഹജ്ജാണ് ചെയ്തത്. അതിലധികവും നടന്നിട്ടാണ് പോയിട്ടുള്ളത്. മഹദി ഹജ്ജിന് പോയാൽ പൊട്ടിക്കരയുന്ന, അങ്ങനെയാണല്ലോ ഈമാനുള്ള ആളുകള്. അവിടെ പോയി കഅബാലയം കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സൊന്ന് പിടക്കുന്ന, ഹൃദയം തകർന്നു പോകുന്ന, ശരീരം രണ്ടായി വിച്ഛേദിക്കപ്പെടുന്നത് പോലെ തോന്നിപ്പോകും. കഅബ കണ്ട കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങൾ ധാരധാരായി ഒഴുകിക്കൊണ്ടിരിക്കും. അത് മുഅ്മിനീങ്ങളുടെ ഈമാനുള്ളവരുടെ അടയാളം. കഅബ ആദ്യം കണ്ടാലുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യണം. നേരിട്ട് കൺകൊണ്ട് നേരിട്ട് കഅബാലയം കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ കഅബ കണ്ടാൽ, മക്കത്തെത്തിയാൽ പൊട്ടി കരയും. എന്നിട്ട് കഅബന്റെ ആ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ഇലാഹി വ സയ്യിദി വ മൗലായ മുത്ഇനി വ ഫരിഹ്നി ബിറിളാക അന്നി. എൻ്റെ യജമാനനായ ആരാധ്യനായ, ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചിരുന്നത് ഏതൊരുത്തന് വേണ്ടിയാണോ, എൻ്റെ ഉടമ അവനാണല്ലോ. അങ്ങനെയുള്ള അല്ലാഹ് എനിക്കെല്ലാ സുഖങ്ങളും ദുനിയാവിൽ ആഖിറത്തിൽ എനിക്ക് നീ വിശിഷ്യ നൽകണമേ. നിന്റെ പൊരുത്തം തന്നുകൊണ്ട് എനിക്ക് നീ സന്തോഷം നൽകണേ. നിന്റെ പൊരുത്തം തന്നുകൊണ്ട് എനിക്ക് നീ സുഖം നൽകണേ. നിന്റെ പൊരുത്തം എന്നെ തൊട്ട് നീ നൽകണം റഹ്മാനെ എന്നിങ്ങനെ ദുആ ചെയ്യും. ഉഖ്റവിയായ ദുആ. ഏറ്റവും കൂടുതൽ നമ്മൾ ദുആയിൽ വരേണ്ടത് ആഖിറത്തിന്റെ വിഷയങ്ങളാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ കുറച്ചും അതിൽ കൂടുതൽ നമ്മുടെ ദുആയിൽ വരേണ്ട ആഖിറത്തിന്റെ കാര്യങ്ങളാണ്. ചില ആളുകളുടെ ദുആയിൽ ദുനിയാവിന്റെ കാര്യമേ വരുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അവർക്ക് ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. ദുനിയാവിലൊക്കെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ആഖിറത്തിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ചില ആളുകൾ ദുആ ചെയ്യും, വല്ലദീന യഖൂലുന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകണേ എന്ന് ആയിരിക്കും. അവർക്ക് ആഖിറത്തിൽ ഒരു നസീബും ഇല്ല, വിഹിതവും അല്ലാഹു തആല കൊടുക്കുകയില്ല എന്ന് ഖുർആൻ. ചില ആളുകൾ ദുആ റബ്ബന ആതിന, ഞങ്ങൾക്ക് നീ നൽകണം രക്ഷിതാവേ, ഫിദ്ദുനിയ ഹസനത്തൻ, ദുനിയാവിലും നന്മകൾ നൽകണം, ഫിൽ ആഖിറത്തി ഹസനത്തൻ, പോരാ ഞങ്ങൾക്ക് ആഖിറത്തിലും നന്മകൾ, ഞങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ. ഫഖിന അദാബന്നാർ, അവർക്ക് അല്ലാഹു ദുനിയാവിലും ഖൈർ കൊടുക്കും, ആഖിറത്തിലും ഖൈർ കൊടുക്കും. അതുകൊണ്ട് ഈ ദുആ ചില്ലറ ദുആ അല്ല. മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഏതാണെന്ന് ഖുർആനിൽ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു പറഞ്ഞതാ, വല്ലദീന യഖൂലുന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബ്. ഈ ദുആ മുഅ്മിനീങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ പതിവാക്കണം. എപ്പോഴും എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ദുആ നമ്മൾ പതിവാക്കണം. അതുകൊണ്ട് മഹദി, പടച്ച റബ്ബേ എൻ്റെ പൊരുത്താണ് വലുത്, വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ പൊരുത്തമില്ലെങ്കിൽ ആ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ, പ്രത്യേകിച്ച് എന്നെ നീ പൊരുത്തപ്പെടണേ എന്ന് ദുആ ചെയ്യും. മാത്രമല്ല, അവിടുന്ന് മിസ്റിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഭർത്താവ്, നമ്മൾ പറഞ്ഞല്ലോ, വിവാഹം കഴിച്ചത് ഇസ്ഹാഖുൽ മുഅ്തമൻ ബിൻ ജഅഫർ സ്വാദിഖ്. ഇസ്ഹാഖുൽ മുഅ്തമൻ ബിൻ ജഅഫർ സ്വാദിഖ് എന്ന മഹാനാണല്ലോ ഭർത്താവ്. അവരും ഒന്നിച്ച് മിസ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ചെയ്തു. ആ ഹജ്ജിൽ ബഹുമാനപ്പെട്ട ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് ഒരുപാട് കരഞ്ഞു. അങ്ങനെയാണ് മിസ്റിലേക്ക് പുറപ്പെടുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട മഹദിയുടെ ഹജ്ജിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം തഖ്വയുള്ളതായിരുന്നു. പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ലയിച്ച ഹജ്ജുകളായിരുന്നു. അങ്ങനെയായിരുന്നു മഹദിയുടെ ജീവിതവും. അള്ളാഹു താല അത് മാതൃകയാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ മിസ്റിലേക്ക് പോവുകയാണ്. ജനിച്ചത് നമ്മൾ പറഞ്ഞു മക്കയിലാണ്. ഒരു ക്ലാസ് കേട്ട ഒരു സ്ത്രീ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ്റിലല്ലേ ജനിച്ചത്, അതുകൊണ്ടല്ലേ നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്നത് എന്ന്. അല്ല, അങ്ങനെയല്ല, മക്കയിലാണ് ജനിച്ചത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതുപോലെ മക്കയിലാണ് ജനിച്ചത്. അങ്ങനെയാണ് കിതാബില്, താരീഖിന്റെ കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മിസ്റിലേക്ക് ചേർത്തി പറയുന്നത് പിന്നീട് മിസ്റിലേക്ക് പോകുന്നു. പിന്നീട് മിസ്റിലേക്ക് പോവുകയും അവിടെ താമസമാക്കുകയും അവിടെ ആളുകൾക്കുള്ള
അവലംബവും ആശ്രയവും എല്ലാം മഹദിയായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും എല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മഹദിന്റെ അടുത്തേക്ക് ഓടി വരിക. അങ്ങനെ മഹദി വഫാത്താകുന്നത് മിസ്റിൽ വെച്ചാണ്. അതുകൊണ്ടാണ് മിസ്റിലേക്ക് ചേർത്തി നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്നത്. എത്രയോ സാദാത്യങ്ങൾ, പണ്ഡിതന്മാര്, മഹാന്മാര് ജനിച്ച നാട്ടിലാവൂല വളർന്നത്, ജനിച്ച നാട്ടിലാവൂല ചിലപ്പം സ്ഥാപനങ്ങളും ദർസുകളും സംരംഭങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ ചേർത്ത് പറയുന്നത് ആ നാട്ടിലേക്കായിരിക്കും. ബഹുമാനപ്പെട്ട ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ടവര് ജനിച്ചതും വളർന്നതൊക്കെ കരുവനത്ത് ഈ ദേശത്താണ്. പക്ഷേ ബഹുമാനപ്പെട്ടവര് ഒരുപാട് കാലം ദർസ് നടത്തിയത് ഉള്ളാൾ മദനി കോളേജിലാണ്. അതുകൊണ്ടാണ് ഉള്ളാൾ തങ്ങൾ അവിടത്തേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ, അവരും കൂറത്ത് അവിടുത്തെ സ്ഥാപനവും ദഅവത്തും ദീനീ ഖിദ്മകളൊക്കെ ആയിരുന്നു. സ്വന്തം നാട് അതായിരുന്നില്ല. അപ്പൊ സേവനം ചെയ്തതും അതുപോലെ ചിലപ്പോൾ ജീവിച്ചതോ ചിലപ്പോൾ മരണമടഞ്ഞതോ ആയ സ്ഥലങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ മഹാന്മാരെയും മഹദികളെയും ചേർത്തി പറയുന്നത്, ജനിച്ച നാട്ടിലേക്കാവൂല. അതിൽപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ജനിച്ചത് മക്കയിലാണെങ്കിലും പിന്നീട് മിസ്റിലേക്ക് പോവുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതാ പറയുന്നത്, മിസ്റിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വളരെയധികം അത്ഭുതം നിറഞ്ഞ ചില സംഭവ വികാസങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന മാധുര്യമൂർന്ന ചരിത്രങ്ങൾ. അപ്പോൾ മിസ്റിലേക്ക് പോയിട്ട് അങ്ങനെയാണ് മിസ്രിയ നഫീസ അൽ മിസ്രിയ എന്ന് മിസ്റിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞത്. അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.